ഡേറ്റ്സ് ഫ്രൈ, ഈത്തപ്പഴം പൊരിച്ചത്. വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ്. ഇതുണ്ടാക്കാൻ ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ കുരുവൊക്കെ ഒന്ന് കളയണം. കുരു കളഞ്ഞ് ശേഷം ഇത് നമുക്കിനി മൈദയിലേക്കൊന്ന് ആഡ് ചെയ്യണം. അതിന് മൈദയുടെ മിക്സ് ഉണ്ടാക്കണം. ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. എത്ര മധുരം വേണം അത്ര അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇതിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഏലക്കായും പൊടിച്ചിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കലക്കി കൊടുക്കാം. പേസ്റ്റ് ആക്കിയെടുക്കാം. പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. എല്ലാ ഈത്തപ്പഴം ഇട്ട ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഓരോ ഈത്തപ്പഴമായിട്ട് മൈദയിൽ മുക്കി വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഫ്രൈ ആകുന്ന രീതിയിൽ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ഈത്തപ്പഴം കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. അത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായി വെന്ത് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. വൈകുന്നേരം വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഈ ഡേറ്റ്സ് ഫ്രൈ, ഈത്തപ്പഴം പൊരിച്ചത്. നല്ല ടേസ്റ്റാണ്. വേറെ പണിയൊന്നുമില്ല. മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കാം. പിന്നെ ഈത്തപ്പഴം ഒന്ന് ഇതിലിട്ട് നോക്കിയെടുത്താൽ മതി. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഹെൽത്തിയാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.